ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ തലവനെ അമേരിക്ക കൃത്യമായ വ്യോമാക്രമണത്തിൽ വധിച്ചു. ലോകം വെറുക്കുകയും അറയ്ക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സമുന്നത തലവൻ അബു ഖദീജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസ്ലിഹ അൽ റിഫായ് കൊല്ലപ്പെട്ടതായി അമേരിക്ക പ്രഖ്യാപിച്ചു. കൃത്യമായ ഓപ്പറേഷൻ. മരണം ആകാശത്തു നിന്നും മക്കി മുസ്ലിഹ് അൽ റിഫായിയെ തേടി പറന്നിറങ്ങി. അവൻ എത്ര കാലം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതും അവസാനിപ്പിച്ചതും അമേരിക്ക ആണ് എന്നും ഞങ്ങൾക്കുള്ള കരുത്ത് വീണ്ടും ഭീകര സംഘടനകളെ ഓർമ്മപ്പെടുത്തുന്നു എന്നും US സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രസ്താവന. IS തലവനെ തറയിലിട്ട വിവരം പങ്കുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. അത് ഇങ്ങനെ: ഇറാഖിലെ ഐസിസിന്റെ ഒളിച്ചോടിയ നേതാവ് കൊല്ലപ്പെട്ടു. നമ്മുടെ ധീരരായ യുദ്ധ പോരാളികൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. ഇറാഖി സർക്കാരുമായും കുർദിഷ് പ്രാദേശിക സർക്കാരുമായും ഏകോപിപ്പിച്ച് ഐസിസിലെ മറ്റൊരു അംഗത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ദുരിതപൂർണമായ ജീവിതം അവസാനിപ്പിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എഴുതി: ഇറാഖിലെ അൽ അൻബാർ പ്രവിശ്യയിൽ നടത്തിയ കൃത്യമായ വ്യോമാക്രമണത്തിൽ ഇറാഖി ഇന്റലിജൻസ് സുരക്ഷാ സേനകളുമായി സഹകരിച്ചുകൊണ്ടാണ് ലോകത്തെ തന്നെ വൻ ഭീകരവേട്ട അമേരിക്ക നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആകാശത്തു നിന്നും തീമഴ പെയ്തിറങ്ങുന്നു. ആ തീമഴ അബ്ദുള്ള മക്കി മുസ്ലിഹ് അൽ റിഫായ് താമസിച്ചിരുന്ന ഭൂമിയെ അപ്പാടെ വിഴുങ്ങുന്നു. പിന്നെയെല്ലാം ചാരവും കറുത്ത പുകയും മാത്രം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര ഗ്രൂപ്പിന്റെ ആഗോള പ്രവർത്തനങ്ങളുടെ മേധാവിയായിരുന്നു അബു ഖദീജ. ആഗോളതലത്തിൽ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നയാൾ, ആയിരക്കണക്കിന് കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ, ISന്റെ പരമോന്നത സൈനിക കമാൻഡർ. ഇങ്ങനെ അനേകം വിശേഷണങ്ങളാണ് കൊല്ലപ്പെട്ട അബു ഖദീജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസ്ലിഹ് അൽ റിഫായ്ക്കുള്ളത്. മാർച്ച് 13 നടന്ന ആക്രമണത്തിൽ മറ്റൊരു ISIS പ്രവർത്തകനും കൊല്ലപ്പെട്ടു. മാർച്ച് 13 നടത്തിയ വൻ ഓപ്പറേഷന്റെ വീഡിയോ അടക്കം അമേരിക്ക ഇപ്പോഴാണ് പുറത്തുവിട്ടത്. US സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ലോകമെമ്പാടുമുള്ള ഭീകര ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക്സ്, ആസൂത്രണം, സാമ്പത്തിക മാനേജ്മെന്റ് എന്നിവ അബു ഖദീജയാണ് നിരീക്ഷിച്ചത്. വൈമാനിക ആക്രമണത്തിന് ശേഷം US സെൻട്രൽ കമാൻഡും ഇറാഖി സേനയും സ്ഥലത്തെത്തി. അബു ഖദീജയുടെ മറ്റ് ISIS പോരാളിയുടെ മരണം സ്ഥിരീകരിച്ചു. സെൻട്രൽ കോമിന്റെ റിപ്പോർട്ട് പ്രകാരം വൻ സ്ഫോടനത്തിൽ IS തലവനും സഹായിയും തൽക്ഷണം മരിച്ചു. ഇപ്പോൾ US വധിച്ച IS മേധാവിയെ മുൻപ് ബൈഡന്റെ കാലത്ത് പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും തലനാരിഴയ്ക്കെന്ന് രക്ഷപ്പെട്ടു. അന്ന് ലഭിച്ച ശരീരാവശിഷ്ടവും മുടിയും വെച്ച് കൊല്ലപ്പെട്ടത് IS തലവൻ അബു ഖദീജ എന്ന DNA ടെസ്റ്റ് നടത്തി തെളിയിക്കുകയും ചെയ്തു. ആഗോള ISIS സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ISIS അംഗങ്ങളിൽ ഒരാളായിരുന്നു അബു ഖദീജ. ഇതുമായി ബന്ധപ്പെട്ട് US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ജനറൽ മൈക്കൽ എറിക് കുരുല്ലയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ: അബു ഖദീജ അമേരിക്കയുടെ ശത്രുവായിരുന്നു. US സഖ്യകക്ഷി പങ്കാളി ഉദ്യോഗസ്ഥർക്കും ഭീഷണിയായ തീവ്രവാദികളെ ഞങ്ങൾ തുടർന്നും കൊല്ലുകയും അവരുടെ സംഘടനകളെ തകർക്കുകയും ചെയ്തു. ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനി ഈ ഓപ്പറേഷനെ പ്രശംസിച്ചു. അബു ഖദീജ ഇറാഖിലെയും ലോകത്തിലെയും ഏറ്റവും അപകടകാരിയായ ഭീകരരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചു. US നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ പിന്തുണയോടെയാണ് ഓപ്പറേഷൻ നടത്തിയത് എന്ന് അൽ സുഡാനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2023 അമേരിക്ക അബു ഖദീജയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാഖിലെയും സിറിയയിലെയും ISIS നിയന്ത്രിത പ്രദേശങ്ങളുടെ ഗവർണർ എന്ന് വിളിക്കപ്പെടുന്ന ആളായി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഗ്രൂപ്പിന്റെ വിദേശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. 2017 ഇറാഖിൽ ISIS പ്രാദേശികമായി പരാജയപ്പെട്ടു എങ്കിലും ഗ്രൂപ്പിന്റെ അവശിഷ്ടങ്ങൾ സജീവമായി തുടരുന്നു. ഇറാഖി സുരക്ഷാ സേനയ്ക്കെതിരെ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിനെല്ലാം നേതൃത്വം ഇപ്പോൾ കൊലപ്പെടുത്തിയ ആഗോള കൊടും ഭീകരനായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.